So next heading, moving coil microphone. Moving coil microphone. Microphone എന്ന് പറഞ്ഞാൽ എന്നാ? സാധാ ഫോൺ പോലല്ലേ? അല്ല, അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. നമ്മൾ സാധാരണ പറയുന്ന മൈക്കില്ലേ, നമ്മൾ പ്രസംഗം പറയും, പാട്ട് പാടും, അത് ചെയ്യുന്ന മൈക്കിനെയാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഇപ്പം ഈ റേഡിയോയിലൊക്കെ റേഡിയോ ജോക്കികൾ ഇങ്ങനെ ഇരുന്നൊരു സ്ഥാനത്തോടെ പറയല്ലേ, റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി, അല്ലെങ്കിൽ പാട്ട് പാടുന്നവർ പാടുന്ന സാധനം, ഇതിനെയെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോഫോൺ. കേട്ടോ, അതിന് യാതൊരുവിധ ബന്ധവും ഫോണായിട്ടില്ല. അപ്പൊ നോക്കി, ഞാൻ പറയുന്നു അല്ലെ, വർത്താനം പറയുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു സൗണ്ടാ. ആ സൗണ്ട് സിഗ്നലിനെ ഈ മൈക്രോഫോണിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കണം. ശരിയല്ലേ? ഒച്ചയായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം വരെയും പോവല്ലോ. മൈക്ക് നമ്മൾ കണ്ടാ അറിയാം. നമ്മളുടെ മൈക്കിന്റെ അറ്റത്താണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു മൈക്ക് ഇരിക്കുകയാണ്. നമ്മുടെ മൈക്ക്, ഈ മൈക്കിനകത്ത് പിന്നെ ഇലക്ട്രിക്കൽ സിഗ്നല് വയറ് വലിച്ചേക്കുമല്ലേ, നമ്മള് വയറ് വലിക്കും. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽ അങ്ങ് പോകും. അതിനെ നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഒരു ആംപ്ലിഫയറിലോട്ട് കൊടുക്കും. എന്താണ് ആംപ്ലിഫയർ? ഈ ആംപ്ലിഫയർ പിന്നീട് തിരിച്ചെന്നാ ചെയ്യും? ആംപ്ലിഫയർ തിരിച്ച് നമ്മളുടെ സിഗ്നലിലെ ലൗഡ് സ്പീക്കറിലോട്ട് കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാ, ഓർക്കുന്നുണ്ടോ? ഇതിൽ ഇലക്ട്രിക് സിഗ്നൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നമ്മളെ മറ്റേ ഇവിടെ ഒരു ഫീൽഡ് കാന്തൊക്കെ വെച്ചിട്ട് ഒരു സർക്കുലർ കാന്തം വെച്ചിട്ട് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫയറിലൂടെ കയറ്റി ആ ശബ്ദത്തെ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് നല്ല ഒച്ചയുള്ള ശബ്ദമാക്കി മാറ്റി അവിടുന്ന് നേരെ നമ്മുടെ സ്പീക്കറിലോട്ട് കൊടുക്കും, ലൗഡ് സ്പീക്കറിലോട്ട് കൊടുക്കും. അപ്പൊ നോക്കി, സൗണ്ട് energy is converted to electrical energy in a microphone. Amplifier നമ്മളുടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. Strengthen the signal or increase the amplitude of the signal. അത് വീണ്ടും ലൗഡ് സ്പീക്കറിൽ വരും. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പോലെ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? തിരിച്ച് ഇവിടെ വരുന്ന ഇലക്ട്രിക് സിഗ്നലിനെ സൗണ്ട് ആക്കി പുറത്തു വരും. അപ്പൊ ആദ്യം നമ്മളൊരു മൈക്കിലൂടെ പാടുവാണെങ്കിൽ നമുക്കറിയാം, അവസാനം ഒരു സ്പീക്കറിലൂടെ നമ്മൾ ഒച്ചയായിട്ട് കേൾക്കൂലോ. അത് നേരെ ഒച്ചയാവുമല്ല. ആദ്യം സൗണ്ട് വേവ് ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ, then that electrical signal is converted to sound wave by the help of a loudspeaker. That is the difference between microphone and loudspeaker. ഓക്കെ, ഇനി ഈ മൈക്രോഫോൺ നമ്മൾ കൊടുക്കുന്ന ശബ്ദം എങ്ങനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ അതിൻ്റെ പാർട്സ് വരച്ച് കാണിക്കാം. ഇതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ it is a part of a microphone. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, നമുക്ക് ഇതിനകത്ത് ഫീൽഡ് കാന്തം വേണം. ഒരു മാഗ്നറ്റ് വെക്കുന്നു, ഈസ് കോൾഡ് ഒരു ബാർ മാഗ്നറ്റോ ഒരു ഫീൽഡ് കാന്തം വെക്കുന്നു. ഈ ഫീൽഡ് കാന്തത്തിന് ചുറ്റും വോയിസ് കോയിൽ, എന്താണ് വോയിസ് കോയിൽ കൊടുക്കും. വോയിസ് കോയിൽ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അത് ഇവിടെ വന്നേച്ചെന്നു വെച്ചാൽ ഈ മൈക്കിന്റെ ഏറ്റവും അറ്റത്തുള്ള ഡയഫ്രത്തെ മുട്ടും. ഡയഫ്രത്തെ മുട്ടി ഇതിലേ വന്നേച്ച് ഈ കാന്തത്തിന് ചുറ്റും കമ്പിച്ചുരുളുകളായിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ? എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി
ഇതിന്റെ അറ്റത്ത് നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാല് നമുക്കിവിടെ ഒരു ഡയഫ്രം ഉണ്ട്. എന്നാണ് ഡയഫ്രം. ഇത്രയും മതി ശരിക്കും. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡയഫ്രം, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരകാന്തം, അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വോയിസ് കോയിൽ. ഇനി നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്, എൻ്റെ സൗണ്ട് വേവ്. ഇവിടെ സംസാരിക്കുന്ന സൗണ്ട് വേവ് എന്നായും അന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ ഈ മൈക്കിന്റെ തൊട്ടടുത്ത് നമ്മൾ പറയുമ്പം ഈ വേവ് വന്ന് എന്നായും ഡയഫ്രത്തെ ഇടിക്കും അല്ലേ? അപ്പം ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ഒച്ച കൂടുന്നതനുസരിച്ച് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യും, കുറയുന്നതനുസരിച്ച് പതുക്കെ വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായോ? ഞാനിങ്ങനെ മൈക്ക് പിടിച്ച് പാടുന്നു, ഒച്ച കൂട്ടി പാടിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ വൈബ്രേഷൻ ഏതിന്റെ കിട്ടും? ഈ ഡയഫ്രത്തിന് കിട്ടുന്ന വൈബ്രേഷൻ ഡയഫ്രത്തെ മുട്ടിയാണ് ആരിയിരിക്കുന്നത്? വോയിസ് കോയിൽ ഇരിക്കുന്നത്. അപ്പൊ വോയിസ് കോയിൽ എന്ത് ചെയ്യാം? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഒരു കാന്തത്തിന് ചുറ്റും ഒരു കമ്പിച്ചുരുൾ അല്ലെങ്കിൽ ഒരു സോളിനോയിഡ് വെച്ചിരിക്കുന്ന പോലെയല്ലേ? കാന്തം അനങ്ങാതിരിക്കുവാണ്, കമ്പിച്ചുരുള് മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യുക. അപ്പൊ എന്നാ പറ്റും? ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാകും. ശരിയല്ലേ? നമ്മൾ ഫാരഡേ ലോ അനുസരിച്ച് പറഞ്ഞ whenever there is a change in magnetic flux and induced EMF is formed. അങ്ങനെ പറയാം. whenever there is a change in magnetic field and EMF, എപ്പോഴാണോ ഒരു കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അപ്പം നമുക്കിതിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഇലക്ട്രിക് വേവ് അല്ലെങ്കിൽ ഒരു AC അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ് കിട്ടും. ഈ സൗണ്ട് വേവിനെയാണ് നമ്മൾ ഇതാ ഇതിലൂടെ വയറിലൂടെ കടത്തി വിട്ട് എങ്ങോട്ട് കൊണ്ടുവരുന്നത്? ആംപ്ലിഫയറിൽ. ആംപ്ലിഫയറിൽ വെച്ചിട്ട് അവനെ കുറച്ച് ആംപ്ലിഫൈ ചെയ്യും. അതായത് സൗണ്ട് വേവിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ക്രസ്റ്റ് ട്രഫ്, ഉന്നതി നീചതി എന്ന് പറയുന്ന പോലെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി വെച്ച് ഇവിടെ നമ്മുടെ ലൗഡ് സ്പീക്കറിൽ കൊണ്ടുവരും. ലൗഡ് സ്പീക്കർ തിരിച്ച ഇലക്ട്രിക്കൽ സിഗ്നലിലെ സൗണ്ട് ആയിട്ട് പുറത്തുവരും. നമുക്കിവിടെ ഇതാണ് പഠിക്കേണ്ടത്, മൂവിങ് കോയിൽ മൈക്രോഫോൺ. ഒന്നുകൂടെ പറയാം. മൂവിങ് കോയിൽ മൈക്രോഫോൺ ഏതൊക്കെ പാട്ടുണ്ട്? ഒരു ഡയഫ്രം വേണം, ഒരു വോയിസ് കോയിൽ വേണം, ഒരു പെർമനന്റ് മാഗ്നറ്റ് വേണം. നമ്മൾ പറയുന്ന ശബ്ദം ഒരു വേവ് ആയിട്ട് സഞ്ചരിച്ചു വന്ന് ഡയഫ്രത്തിൽ ഇടിക്കുന്നു. ഡയഫ്രം അപ്പോൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഡയഫ്രത്തിൽ മുട്ടിയാണ് നമ്മുടെ വോയിസ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാന്തത്തിന് ചുറ്റുമുള്ള ആ പെർമനന്റ് സ്ഥിരകാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന് വ്യത്യാസം ഉണ്ടാകുകയും അവിടെ ഒരു EMF അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ സൗണ്ട് വേവിനെ അല്ലെ സൗണ്ട് എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിയേച്ച് നമ്മളുടെ വയറിലൂടെ അടുത്ത ആംപ്ലിഫയറിലോട്ടും നമുക്ക് ഒച്ച കേൾക്കേണ്ട നമ്മളുടെ സ്പീക്കറിലോട്ടും അല്ലെ ലൗഡ് സ്പീക്കറിലോട്ടും കടത്തിവിടും. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. മൈക്രോഫോൺ ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇത് ഒരു ഉപകരണമാണ്. അതെന്ത് ചെയ്യുന്നു? ശബ്ദോർജത്തെ വൈദ്യുത തരംഗം അല്ലെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഓക്കെ, അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? മൂവിങ് കോയിൽ മൈക്രോഫോൺ. ഏതൊക്കെയാണ് അതിന്റെ പാർട്സുകൾ പറഞ്ഞേ? അതായത് മൈക്രോഫോൺ അല്ലെ മൂവിങ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഉപകരണമാണ്. കിട്ടിയോ?
ഇറ്റ് കൺവേർട്ട് സൗണ്ട് വേവ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. നമ്മളുടെ Diaphragm voice coil. നമ്മുടെ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇനി ഇതിന്റെ പാർട്ടുകളാണ് ഡയഫ്രം, വോയിസ് കോയിൽ, സ്ഥിരകാന്തം അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? സൗണ്ട് വന്ന് നമ്മുടെ ഡയഫ്രത്തിൽ ഇടിക്കുമ്പം ഡയഫ്രം ഈ സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്. ഓക്കെ, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വൈബ്രേഷൻ വോയിസ് കോയിലിന് കിട്ടും. അപ്പോൾ വോയിസ് കോയിൽ ചുറ്റിയിരിക്കുന്നത് ഒരു കാന്തത്തിന് ചുറ്റുമാണ്. അപ്പൊ ആ വോയിസ് കോയിൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ കാന്തത്തിന്റെ ഫീൽഡിന്, കാന്തത്തിന് നോർത്ത് ആൻഡ് സൗത്ത്, കാന്തിക മണ്ഡലമുണ്ട്. ആ കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം ഉണ്ടാവുകയും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും കാര്യം പഠിച്ചാൽ മതി. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് സൗണ്ട് വേവ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. എഴുതിക്കോ, ശബ്ദോർജത്തെ അല്ലെ നമ്മൾ കൊടുക്കുന്ന ശബ്ദത്തെ, നമ്മൾ പറയുന്ന ശബ്ദത്തെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്ന ഉപകരണമാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണ്? ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ് ഓർ സ്ഥിരം. അതായത് when sound wave is hit on the diaphragm, it start to vibrate. When the voice coil is connected to this diaphragm, so it is also vibrate, and it vibrate around a permanent magnet. So this vibration produce a change in the magnetic flux of that magnet, and it produce an electric signal. അതായത് നമ്മൾ പറയുന്ന ശബ്ദം ഡയഫ്രത്തിൽ ഇടിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു വോയിസ് കോയിൽ ഈ ഡയഫ്രവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഡയഫ്രത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ച് വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ വോയിസ് കോയിൽ ചുറ്റിയിരിക്കുന്നത് ഒരു സ്ഥിരകാന്തത്തിന് ചുറ്റുമാണ്. അപ്പോൾ വോയിസ് കോയിലിന്റെ വൈബ്രേഷൻ സ്ഥിരകാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം സംഭവിപ്പിക്കുന്നു. എപ്പോഴാണോ ഒരു കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിന് വ്യത്യാസമുണ്ടാകുന്നത്, അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകുന്നു. ഇതാണ് അതിന്റെ വർക്കിംഗ്. Which are the മൈക്രോഫോണിന്റെ പ്രധാന മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മെയിൻ പാർട്സ്? എഴുതണ്ട, നമുക്കിപ്പോ അറിയാം. ഡയഫ്രം, വോയിസ് കോയിൽ, സ്ഥിരകാന്തം ഓർ പെർമനന്റ് മാഗ്നറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ചലിക്കുന്ന ഭാഗം ഏതാണ്? ഏത് ഭാഗത്തോട്ടാണ് സൗണ്ട് വേവ് വന്ന് ഇടിച്ചിട്ട് ചലിക്കുന്നത്? ഡയഫ്രം. ഡയഫ്രം എന്ന് മാത്രം എഴുതിയാൽ കേട്ടോ. ഡയഫ്രം ചലിക്കുന്നു. ഓക്കെ. ഡയഫ്രത്തെ ശബ്ദം വന്ന് ഇടിക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കുന്നു? അതാണ് തൊട്ടടുത്ത ചോദ്യം. വായിച്ചേ. ചലനശേഷിയുള്ള ഡയഫ്രത്തിന് മുമ്പിൽ ശബ്ദം പുറപ്പെടുവിച്ചാൽ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കുന്നു? ഡയഫ്രം ചലിക്കുന്നു. അത് എഴുതിയാൽ മതി കേട്ടോ. വൈബ്രേറ്റിംഗ് എന്നുള്ളതിന്. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ചലിക്കുന്നു. അപ്പോൾ വോയിസ് കോയിലിന് എന്ത് സംഭവിക്കും? വോയിസ് കോയിലും ചലിക്കാൻ തുടങ്ങും ഓർ
voice coil also start to vibrate. Last question, what is the result? അതിന്റെ ഫലം എന്നാണ്? ഈ വോയിസ് കോയില് മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും കടന്ന് ചലിക്കുന്നതിനാൽ അല്ലെ വൈബ്രേറ്റ് ചെയ്യുന്നതിനാൽ ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെ വൈദ്യുത തരംഗം അങ്ങനെയാണോ പറയണേ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ഇവിടെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. സൗണ്ടിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നാണ് ശരിക്കും? ഒരു മെക്കാനിക്കൽ എനർജിയാ അല്ലേ? വൈബ്രേറ്റ് ചെയ്യുമല്ലേ ഇവിടെ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി. സോ എനർജി കൺവേർഷൻ ഏതാന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അതോടെ എഴുതിക്കിട്ടു. ഹിയർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. മലയാളത്തിൽ എങ്ങനെയാ പറയണേ? യാന്ത്രികോർജം ആണോ? യാന്ത്രികോർജം, വൈദ്യുതോർജം. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ അപ്പൊ അവിടുത്തെ എനർജി കൺവേർഷൻ ഏതാന്ന് ചോദിച്ചാൽ എഴുതണം. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഓർ സൗണ്ട് എനർജി. സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു മെക്കാനിസം ആയല്ലേ, മെക്കാനിക്സ് ആയി മാറും. സോ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ബൈ യൂസിങ് എ മൂവിങ് കോയിൽ മൈക്രോഫോൺ. ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്നാണ്? ഞാനൊരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുവാണെങ്കിൽ എൻ്റെ ചെറിയ ഒച്ച എന്ത് ചെയ്യണം? വലിയ ഒച്ചയായിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കണം അല്ലേ? അല്ല ഒരു വലിയ ഓഡിറ്റോറിയത്തിന് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് വെച്ച് ഞാൻ വളരെ പതുക്കെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങേയറ്റത്തോട്ട് ഒച്ചയില്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്നാ ചെയ്യും? രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് സിഗ്നൽ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. സോ ആംപ്ലിഫയർ ഈസ് സ്ട്രെങ്തൻ അവർ സിഗ്നൽ. നമ്മൾ കൺവേർട്ട് ചെയ്ത മൂവിങ് കോയിൽ മൈക്രോഫോണിലൂടെ കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? ഒരു ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നു. ആ ആംപ്ലിഫയർ വീക്കായ സിഗ്നലുകളെയെല്ലാം നല്ല സ്ട്രോങ് ആക്കി മാറ്റി നല്ല ഒച്ചയുള്ള ഇത് കണ്ടോ ഈ വേവ് വരച്ചിരിക്കണേ? ഇതൊരു ചെറിയ വേവായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ചെറിയൊരു ഒച്ചയായിരുന്നു. അത് ആംപ്ലിഫയറിലൂടെ കിടന്നപ്പോൾ ഞാൻ എന്നാ വരച്ചേ? അതിൻ്റെ ക്രസ്റ്റും ട്രഫും വർദ്ധിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതി നീചതി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ വോൾട്ടേജ് അത് വർദ്ധിച്ചു. അപ്പം ചെറിയൊരു സൗണ്ടിനെ നമുക്ക് വലിയൊരു സൗണ്ടാക്കി മാറ്റാൻ എന്നാ ചെയ്താൽ മതി? ഈ ആംപ്ലിഫയറിലൂടെ കടത്തിയാൽ മതി. അതാണ് അടുത്ത് പറയുന്ന കാര്യം. The signal reaching the amplifier are strengthened and sent to the loudspeaker. അവസാനം എങ്ങോട്ടായിരിക്കും? ലൗഡ് സ്പീക്കറിലോട്ടായിരിക്കും. The loudspeaker reproduce the original sound. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം. അതെടുത്ത് പേജ് നമ്പർ 41 കണ്ടോ? 41 ലൗഡ് സ്പീക്കർ കിടപ്പുണ്ട്. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. നമ്മളുടെ ഇലക്ട്രിക് സിഗ്നൽ കയറുന്നു. ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കാന്തത്തിന് ചുറ്റും കൊടുത്തിരിക്കുന്ന വോയിസ് കോയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടക്ക് ഒരു പച്ചിരുമ്പല്ല ഒരു സോഫ്റ്റ് അയൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രിക് സിഗ്നലിന് അനുസൃതമായി എന്നാ പറ്റും? ഈ വോയിസ് കോയിൽ വൈബ്രേഷൻ നടക്കും. ആ വൈബ്രേഷനെ നമുക്ക് ഡയഫ്രത്തിലേക്ക് കിട്ടും. അപ്പം ഈ ഇലക്ട്രിക് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈബ്രേഷൻ ശബ്ദം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് പുറത്ത് കിട്ടും. സോ മെക്കാനിക്കൽ എനർജി അല്ലെ ശബ്ദത്തെ വൈദ്യുതോർജാക്കി മാറ്റുന്നത് മൈക്രോഫോൺ. തിരിച്ച് അങ്ങേയറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ സൗണ്ട് വേവിനല്ലേ സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജീനെ തിരിച്ച് സൗണ്ടാക്കി മാറ്റുന്നത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് മൂവിങ് കോയിൽ മൈക്രോഫോൺ,
മൂവിംഗ് കോയിൽ മൈക്രോഫോൺ തിരിച്ചെങ്ങനെയാ കിട്ടുന്നത്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അതാ പറഞ്ഞ ഹെഡിങ് ഒക്കെ തെറ്റിപ്പോയാൽ മൊത്തം തെറ്റിപ്പോവും. ലൗഡ് സ്പീക്കർ. സോ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്നാ ചെയ്യും? സൗണ്ട് വേവിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഓർ യാന്ത്രികോർജം ഓർ മെക്കാനിക്കൽ വേവിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഇവിടെ എന്നാ ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ വേവ് ഓർ യാന്ത്രികോർജം ഓർ ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ടു സൗണ്ട് വേവ്. അപ്പൊ പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ? ഒരു മൈക്കിലൂടെ ഞാൻ വർത്താനം പറയുന്നു, എനിക്ക് കുറച്ച് ഒച്ചയുള്ളൂ, എനിക്കൊരു സദസ്സിനെ മുഴുവൻ ഇത് ചെയ്യണം. ഇതാണ് എൻ്റെ ഇതിനകത്ത് സംഭവിക്കുന്നത്. ഞാൻ ഇതാണ് എൻ്റെ മൈക്രോഫോൺ. ഇതിലൂടെ ഞാൻ പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനം വൈബ്രേറ്റ് ചെയ്തേച്ച്, ഈ ഇതിനകത്തിരിക്കുന്ന സാധനം വൈബ്രേറ്റ് ചെയ്തേച്ച് ഇത് ഇലക്ട്രിക് സിഗ്നലിനെ ആക്കി എൻ്റെ ലാപ്പിലോട്ട് തരും. ലാപ്പിൽ നിന്ന് ഈ സിഗ്നല് നമ്മളുടെ ഏതാണ് നെറ്റ്വർക്ക് അതിലൂടെ കടന്ന് നിങ്ങളുടെ മൊബൈലിലെത്തും. നിങ്ങളുടെ മൊബൈലിൽ അത് റിസീവർ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് സ്വീകരിക്കും. എന്നിട്ട് ആ മൊബൈലിൻ്റെ സ്പീക്കർ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്തേച്ച് ആ ഇലക്ട്രിക് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒച്ചയായിട്ട് നിങ്ങളുടെ ചെവിയിൽ തരും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇത് പറയാൻ പറ്റുന്നത്. ഇനി ഒരിക്കലും നിങ്ങളത് മറന്നു പോകുന്ന എനിക്ക് തോന്നണില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. സോ നെക്സ്റ്റ് ഹെഡിങ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മലയാളത്തിൽ എങ്ങനെയാ ടൈറ്റിൽ കിടക്കണേ? പവർ പ്രേഷണവും വിതരണവും. പവർ പ്രേഷണവും വിതരണവും. എന്നോട് പറയാ, റേഞ്ച് പോയായിരുന്നു. പവർ പ്രേഷണവും വിതരണവും. സംപ്രേക്ഷണം ചെയ്യാന്നുള്ള പോലെ പ്രേക്ഷണം ചെയ്യുന്നു, അതിനുശേഷം അത് വിതരണം ചെയ്യും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദ്യം നമുക്ക് പവർ ഉണ്ടാക്കണം അല്ലേ? കറണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് ഡിവൈസ് വെച്ചാ? എന്തുകൊണ്ടാ നമ്മൾ കറണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്? അയ്യോ, നമ്മൾ പഠിച്ചതാണല്ലോ, ജനറേറ്റർ അല്ലേ? ജനറേറ്ററിന്റെ ആവശ്യം എന്നായിരുന്നു? വിച്ച് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓർക്കുന്നുണ്ടോ? കാന്തിക മണ്ഡലവും 2 ഫീൽഡ് കാന്തം വെച്ചിട്ട് അതിനിടയ്ക്ക് ഒരു ആർമേച്ചർ കോയിൽ കിടന്ന് കറങ്ങും. AC DC ജനറേറ്റർ ഉണ്ട്. ഒരെണ്ണത്തിൽ സ്പ്ലിറ്റ് റിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ഒരെണ്ണത്തിൽ സ്ലിപ്പ് റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. സ്ലിപ്പ് റിംഗ്സിന് പകരം സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ചാൽ അത് DC ജനറേറ്ററായി മാറും. അപ്പം കറണ്ട് പ്രേക്ഷണം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് ഉണ്ടാക്കണം. ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ എവിടുന്നാണ്? ബൈ ദ ഹെൽപ്പ് ഓഫ് എ ജനറേറ്റർ. ഇനി എങ്ങനെയൊക്കെയാണ് കറണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് പറയാം, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം അല്ലേ? ഒരു ഡാം, ഇപ്പം ഇടുക്കി ഡാം അല്ലെങ്കിൽ ഏതൊരു ഡാം നിറയെ വെള്ളം കെട്ടിക്കിടക്കുക. അതിൽ നിന്ന് എങ്ങനെയാ കറണ്ട് ഉണ്ടാക്കണേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡാമിൽ നിന്ന് കറണ്ട് കിട്ടുമെന്ന് പറയും. ഇത് നമ്മളുടെ ഡാമാണ്. ഇപ്പൊ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 1000 പൊക്കത്താണ്, മലകളുടെ മുകളിലാണ് നമ്മളിത് കെട്ടിവെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് അറബിക്കടലിൽ ചെല്ലുമെന്ന്. ഇവിടെ ഇങ്ങനെ ഡാം കെട്ടിവെച്ചേക്കുക. ഇപ്പൊ ഇടുക്കിയ, ഇതിപ്പോ നമ്മുടെ ആലപ്പുഴ. ഈ ഇടുക്കിയിൽ നിന്ന് എങ്ങനെ നമ്മൾ കറണ്ട് ഉണ്ടാക്കണേ? കുറെ വെള്ളം കെട്ടിയിട്ടാ കറണ്ട് ഉണ്ടാവുമോ? അതാണ് അറിയണ്ടേ. എങ്ങനെ കറണ്ട് ഉണ്ടാവും? ഇവിടുന്നുള്ള വെള്ളത്തിന് നമ്മൾ എന്നാ ചെയ്യും? ഒരു ഓപ്പണിങ്, സ്പിൽവേ എന്നൊക്കെ പറയാം, അത്ര നിങ്ങൾ അറിയണ്ട. ഇവിടുന്നുള്ള വെള്ളത്തിനെ ഹൈ ഫോഴ്സിൽ നമ്മൾ താഴത്തേക്ക് വീഴും. അവിടെ നമ്മൾ എന്നാ വെക്കും? ഒരു ടർബൈൻ വെക്കും. മനസ്സിലായോ? ടർബൈൻ എന്ന് പറയുമ്പം
ആ ടർബൈൻ്റെ ഈ കറങ്ങുന്ന അറ്റം ഒരു ജനറേറ്ററിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ജനറേറ്ററിനകത്തെ ആർമേച്ചർ കോയിലിലോട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യും? ആർമേച്ചർ കോയില് ഈ പറയുന്ന സ്ഥിരകാന്തം അല്ലെ ഫീൽഡ് കാന്തത്തിന് ചുറ്റും കിടന്ന് കറങ്ങി വെച്ച് ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് ഉൽപ്പാദിപ്പിക്കുക. അല്ലാതെ ഇടുക്കി വെള്ളം തോന്നാൻ കറണ്ട് കുറയുന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ 10ാം ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി ഐഡിയ കാണില്ല. ഇങ്ങനെ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് വെള്ളം കെട്ടിക്കിടന്ന അല്ല വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് ശക്തി വീഴ്ത്താൻ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഈ പവർ കട്ടൊക്കെ ഉണ്ടാക്കുന്നത്, വേണ്ടി വരുന്നത്. അപ്പം വളരെ ഫോഴ്സിൽ അല്ലെ വളരെ പൊക്കത്തിൽ എന്ന് പറയുമ്പം പൊട്ടൻഷ്യൽ എനർജി mgh വളരെ കൂടുതലാണ്. പിന്നെ ഇത് ഒഴുകി ഇവിടെ വന്ന് നിൽക്കുന്നതിന് കൈനറ്റിക് എനർജിയും വളരെ കൂടുതൽ. അപ്പം അങ്ങനെയുള്ള എനർജിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിനെ വളരെ സ്പീഡിൽ കൊണ്ടുപോയി ഒരു ടർബൈനിൽ വീഴ്ത്തുന്നു. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതൊരു ജനറേറ്ററിലോട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ജനറേറ്ററിന്റെ ആർമേച്ചർ കോയിലേക്ക് വരുന്നു. ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അത് ഫീൽഡ് കാന്തത്തിന് ചുറ്റും അകത്ത് കിടന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം ഉണ്ടായി, അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നു. ഇനി സംശയമില്ലല്ലോ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാകുന്നതെന്ന്. ഇനി അതിന് നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഒന്ന് നമുക്കിങ്ങനെ ഡാമിൽ നിന്ന് വെള്ളം കെട്ടി ഉണ്ടാകും. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ന്യൂക്ലിയർ എനർജി. എന്താണ് ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ? അതിനെന്നാ മലയാളം കൊടുത്തിട്ടുണ്ടോ വേറെ? ന്യൂക്ലിയർ എനർജി ഇല്ല, ന്യൂക്ലിയർ ഊർജം മാത്രം. ന്യൂക്ലിയർ ഊർജം എന്ന് പറയുമ്പം ന്യൂക്ലിയസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ഉള്ളത് ന്യൂട്രോണാണ്. ന്യൂട്രോണ് ചാർജ് ഇല്ല, പ്രോട്ടോണിന്റെ ചാർജ് എന്നാണ്? പോസിറ്റീവ്. അപ്പൊ ലാർജ് നമ്പർ ഓഫ് പ്രോട്ടോണും ലാർജ് നമ്പർ ഓഫ് ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ബൈൻഡിങ് എനർജി എന്ന് പറയും. അത്രയും നിങ്ങൾ പഠിക്കണ്ട. എപ്പോഴെങ്കിലും ഒരു ന്യൂക്ലിയസിനെ ഒരു റിയാക്ഷൻ നടത്തി ഒരു വലിയ ന്യൂക്ലിയസിനെ ചെറുതാക്കുകയോ ചെറുതിനെ ചേർത്ത് വലുതാക്കുകയോ ചെയ്താൽ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും പറയും. അപ്പം തരുന്ന എനർജീനെയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ എനർജീനെയും നമുക്ക് എന്താക്കി മാറ്റാം? കറണ്ടാക്കി മാറ്റാം. അടുത്തതാണ് തെർമൽ എനർജി. തെർമൽ എനർജി എന്നാ? തെർമൽ ചൂട്, ടെമ്പറേച്ചർ. നമ്മളിപ്പം വലിയൊരു ഇതിനകത്ത് വാട്ടർ എങ്ങനെയെങ്കിലും തിളപ്പിക്കുന്നു. തിളപ്പിച്ച് വെച്ച് അവസാനം ഒരു നോസിൽ വഴി ഹൈ സ്പീഡിൽ അതിൻ്റെ നീരാവിനെ ഹൈ സ്പീഡിൽ ഇതോടെ ഇങ്ങോട്ട് വിട്ടേച്ച് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ടർബൈൻ വെക്കുവാൻ എന്നാ പറ്റും? ആ ടർബൈൻ കറങ്ങും അല്ലേ? ടർബൈൻ കറങ്ങും, ജനറേറ്റർ കറങ്ങും, നമുക്ക് ഇത് കിട്ടും. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി അതായത് ഭൂമി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭൂമിക്കകത്ത് കുറച്ച് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും, ഹൈ ടെമ്പറേച്ചർ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ. അതിനോട് ചേർന്ന് അവിടെ എവിടെയെങ്കിലും കുറെ വെള്ളം കിടക്കും. അപ്പൊ എന്നാ പറ്റും? ഈ വെള്ളം ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ഒരു ഹോള് തുളച്ച് ഇതേ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പം ഈ ഹോളിൽ നിന്ന് ഹൈ സ്പീഡിൽ വാട്ടർ പുറത്തേക്ക് വരും. അതിനെ ഇത് പറയുന്ന പോലെ ഒരു ടർബൈൻ കൊടുത്തിട്ട് ആ ടർബൈൻ കറക്കി അതിനകത്തുനിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജിയോ തെർമൽ എനർജി. ഇനി നിങ്ങൾക്ക് പറയാവുന്ന രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സോളാർ എനർജി, അറിയാലോ. സൗരോർജത്തെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അതിന് കറസ്പോണ്ടിങ് ആയ സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം വിൻഡ് എനർജി, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കും. അതിതുപോലെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് നല്ല കാറ്റിന്റെ സ്പീഡിൽ കറക്കിയിട്ട് അതിനകത്ത് എടുക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, ടൈഡൽ വേവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ടൈഡൽ വേവ് അല്ലെ വേലിയേറ്റം വേലിയിറക്ക സമയത്ത് തിരമാലകളിൽ നിന്ന്, തിരമാല എന്ന് കൊടുത്താൽ മതി, തിരമാലകളിൽ നിന്ന് അല്ലെങ്കിൽ വേവ്സ്, നമ്മൾ സീ ബ്രീസ് എന്നൊക്കെ പറയും, കടൽക്കാറ്റ്, കരക്കാറ്റ്. ഈ സമയത്തൊക്കെ കടലിൽ നിന്ന് നല്ല കാറ്റ് വീശി കഴിയുമ്പോഴത്തേന് ഈ കടലിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഈ ഭയങ്കര ഇപ്പം പറഞ്ഞ പോലെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഭയങ്കര വെള്ളം അടിച്ചു വരുന്നിടത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ടർബൈൻ കറക്കാൻ വെക്കും. അപ്പം ആ ടർബൈൻ കറങ്ങി നമുക്ക് കറണ്ട് ഉണ്ടാകും. ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. വൺ ഈസ് ഫ്രം
വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം ബൈ ന്യൂക്ലിയർ എനർജി ബൈ തെർമൽ എനർജി. അതിൻ്റെ ഒരു സബ് ഹെഡിങ് ആയിട്ട് ഞാൻ എഴുതിയാണ് ജിയോ തെർമൽ എനർജി, ഭൂമിക്കകത്തെ ചൂട് ഉപയോഗിക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ് സോളാർ എനർജി, നെക്സ്റ്റ് വിൻഡ് എനർജി, നെക്സ്റ്റ് ടൈഡൽ എനർജി. ഇങ്ങനെ പറയുന്ന എല്ലാ ഇതിലൂടെയും നമ്മൾ വൈദ്യുതി ആദ്യം ഉണ്ടാക്കിയെടുക്കും. ടെക്സ്റ്റ് നോക്കിയേ, പേജ് നമ്പർ 62 അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം അല്ലേ? അതിന് നമ്മൾ എന്താ പറയും? വേണേ എഴുതിക്കോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയം. ന്യൂക്ലിയർ എനർജിന് എനിക്ക് തോന്നുന്നത് ആണവോർജം എന്ന് പറയായിരിക്കും കേട്ടോ. ആണവോർജം എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടാണ് ഇതുവരെ ന്യൂക്ലിയർ എനർജി തന്നെ പറഞ്ഞത്. ആണവോർജം ഇതെന്നായിരുന്നു? ഹൈഡ്രോ ജലവൈദ്യുത നിലയം. ഇത് തെർമൽ എന്നാണോ താപോർജം എന്നാണോ നിങ്ങൾ പറയണേ? താപോർജം. ഇത് സൗരോർജം. ഇത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഇത് തിരമാല. അവിടെ വേണമെങ്കിൽ വേലിയേറ്റം വേലിയിറക്ക സമയം എന്ന് വേണേൽ കൊടുക്കാം കേട്ടോ. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ 10 CBSE പുസ്തകത്തെ കിടപ്പുണ്ട്. വേലിയിറക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ, ആ രാജ്യങ്ങളിൽ, കടൽ തീരം വന്ന രാജ്യങ്ങൾ, ഇവിടെയൊന്നുമില്ല, പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ കടലിനോട് ചേർത്ത് ഇതുണ്ടാക്കും. അതിലിടിച്ച് അത് കറങ്ങിയേച്ച് കറണ്ട് ഉണ്ടാകും. മനസ്സിലായോ? അപ്പം ഇത്രയും രീതികളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം വെച്ച് നമ്മൾ എന്നാണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ AC ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. AC ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഈ AC ജനറേറ്റർ എവിടെയാണ് കിടക്കുന്നത്? ഈ പറയുന്ന ടർബൈൻ അല്ലെ കറങ്ങുന്ന ടർബൈനായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ AC ജനറേറ്ററിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് ആർമേച്ചർ കോയിലുണ്ട്. ആ ആർമേച്ചർ കോയില് 2 കാന്തത്തിനിടയ്ക്ക് ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെ കറങ്ങുമ്പോഴത്തേന് നമുക്ക് അതിനിടയ്ക്കൊരു കറണ്ട് ഉണ്ടായി കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിന് താഴെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് സം പവർ സ്റ്റേഷൻ ഇൻ കേരള. കേരളത്തിലെ 1-2 പവർ സ്റ്റേഷനുകളുടെ പേര് പറയാവോ? ഒന്ന് ഇടുക്കി മൂലമറ്റം. വേണേ രണ്ടാമത് ഓർമ്മ എഴുതിക്കോ, പള്ളിവാസൽ. ഇടുക്കി വെള്ളം സംഭരിക്കുന്നതാണ്. ആ വെള്ളത്തിനെ മൂലമറ്റത്ത് കൊണ്ടെന്നാണ് ഈ ജനറേറ്റർ കൊണ്ട് കറക്കണേ. സോ ഇടുക്കി മൂലമറ്റം, പിന്നെ പള്ളിവാസൽ, പിന്നെ കുറ്റിയാടി, പിന്നെ കായംകുളം പവർ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ കായംകുളത്തും ഉണ്ട്. ഇല്ല, ഞാൻ ഓർക്കുന്നില്ല, ടീച്ചർ എഴുതി തന്നതനുസരിച്ച് പഠിച്ചോളൂ. ഇടുക്കി മൂലമറ്റം, ഇടുക്കി പള്ളിവാസൽ, കുറ്റ്യാടി. ഇടുക്കി പള്ളിവാസൽ, കുറ്റ്യാടി, കായംകുളം. ഈ 4 ജലവൈദ്യുത നിലയങ്ങൾ കേരളത്തിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിനെ നമുക്ക് വിതരണം ചെയ്യാം.